ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാം ആദിത്യനോട് പറയുന്നുണ്ട്, ആദിത്യേട്ടൻ വീട്ടിലേക്ക് വരണം, ആദിത്യേട്ടന്റെ അനിയത്തിയല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്കാണെങ്കിൽ ഒരുപാട് സമയം രാത്രിയിൽ മഞ്ഞത്ത് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല, ആദിയേട്ടൻ അറിയാമല്ലോ, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും നിർബന്ധം പിടിക്കുന്നുണ്ട്. അവസാനം ആദിത്യനാണെങ്കിൽ ചെല്ലാമെന്ന് സമ്മതിക്കുകയാണ്. നിങ്ങൾ പൊക്കോളാൻ എന്ന് പറയുന്നു. ആദിത്യൻ ആനന്ദ നിലയത്തിലേക്ക് വരുന്നുണ്ട്. അമൃതയാണെങ്കിൽ ഓടി ആദിത്യന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ആദിത്യൻ അമൃതയെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോകുന്നു. അമൃത അപ്പോൾ സങ്കടത്തോടെ ശ്യാമയോടും അഖിലിനോടും പറയുന്നുണ്ട്, ആദിത്യേട്ടന് ഇപ്പോഴും എന്നോട് ദേഷ്യമാണെന്നൊക്കെ. വസുന്ധരാമയും ആദി എന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. പക്ഷെ ആദിത്യൻ മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോകുന്നു. ഐശ്വര്യയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ശ്യാമ അമൃതേട്ടത്തിയോട് പറയുന്നുണ്ട്, ഇപ്പോഴും ആദിയേട്ടനാണെങ്കിൽ അഖിൽ സാറിനെ സംശയിച്ചിരിക്കുകയാണെന്നൊക്കെ. ഐശ്വര്യ ഉടനെ പറയുകയാണ്, അമൃതേട്ടത്തി ഒരു മണ്ടിയാണ്, അമൃതേട്ടത്തിക്ക് ഒന്നും മനസ്സിലാകത്തില്ല, ഈ ശ്യാമയും അഖിലും കൂടെ ആദിത്യേട്ടനെ ചതിച്ചതാണെന്നൊക്കെ പറയുന്നു. കൂടെ നിന്ന് ചതിച്ചതാണ്, എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ഇവർ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു. അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ശ്യാമയും അഖിലിനെയും വിശ്വാസമാണെന്നൊക്കെ. വസുന്ധരാമ അപ്പോൾ ഐശ്വര്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ഇതാരാണ് ഈ പറയുന്നത്, കൂടെ നിന്നിട്ട് ഒട്ടും ചതിക്കാത്ത ആളാണല്ലോ പറയുന്നതെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോഴാണെങ്കിൽ ആനന്ദവർമ്മയും ഐശ്വര്യയോട് പറയുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നതേ ശ്യാമയുടെ ഔദാര്യം കൊണ്ടാണെന്ന് ഓർമ്മ വേണമെന്നൊക്കെ. ഐശ്വര്യ പെട്ടെന്ന് അവിടെ നിന്നും ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ശേഷം കാണിക്കുന്നത് അഖിലും ശ്യാമയും ഓഫീസിൽ ചെന്നിട്ട് എല്ലാ സ്റ്റാഫിനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനുശേഷം സ്റ്റാഫുകളോടെല്ലാം പറയുന്നുണ്ട്, ഇവിടെ എന്തോ തിരിമറി നടത്തിയിട്ടുണ്ട്, അതാരാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, എന്റെ ലാപ്ടോപ്പിൽ നിന്നും ആരോ മെയിൽ അയച്ചിട്ടുണ്ട്, അതാരാണ് സത്യം പറയാനെന്നൊക്കെ പറയുന്നു. ആരും ഒന്നും പറയാതെ നിൽക്കുകയാണ്. ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട്, ഞാൻ പോലീസിനെ അറിയിക്കും, പോലീസ് വന്നാൽ വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു. ശ്യാമ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഐശ്വര്യയുടെ ആളായ അക്കൗണ്ടന്റ് പെൺകുട്ടി കുറച്ച് ടെൻഷനിലാകുന്നുണ്ട്. ശ്യാമയ്ക്ക് ആ പെൺകുട്ടിയെ കാണുമ്പോൾ കാര്യം മനസ്സിലാകുന്നുണ്ട്. സ്റ്റാഫുകളാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, എല്ലാവരും അവരവന്റെ ജോലി ചെയ്യാൻ. ആ അക്കൗണ്ടന്റ് പെൺകുട്ടിയോട് മാത്രം ശ്യാമ പറയുന്നുണ്ട്, എന്റെ ക്യാബിനിലേക്ക് വരാനെന്ന്. ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട്, എനിക്ക് ആ പെൺകുട്ടിയാണ് സംശയമെന്നൊക്കെ. ശ്യാമയുടെയും അഖിലിന്റെയും അടുത്തേക്ക് ആ പെൺകുട്ടി ജൂലി വരുന്നുണ്ട്. ജൂലിയോട് ശ്യാമ ചോദിക്കുന്നുണ്ട്, സത്യം പറ, നീയല്ലേ ഈ കാര്യമൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ പോലീസിനെ അറിയിക്കും, സത്യം പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു. ജൂലി അപ്പോൾ സത്യം പറയുകയാണ്. ജൂലി അഖിലിന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് മെയിൽ അയച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ ശ്യാമയും അഖിലും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ആർക്കു വേണ്ടിയാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു. ആ പെൺകുട്ടി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സ്വയം ചെയ്തതാണ്, വേറെ ആർക്കും വേണ്ടിയല്ലെന്നൊക്കെ. അഖിലും ശ്യാമയെ ഇപ്പൊ തന്നെ നമുക്ക് ആദിത്യേട്ടനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഫോൺ ചെയ്യുകയാണ്. ആദ്യം ഫോൺ ചെയ്യുന്ന സമയം നോക്കി ആ പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നും മാറുന്നു. ഉടനെ തന്നെ ആ പെൺകുട്ടിയാണെങ്കിൽ ഐശ്വര്യ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഐശ്വര്യ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ പറയുന്നുണ്ട്, നീ എന്റെ പേര് പറയില്ല, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാം എന്ന് പറയുന്നു. നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നു. ജൂലി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. അഖിലും ശ്യാമയും അവിടെയെല്ലാം നോക്കുമ്പോഴേക്കും ജൂലിയെ കാണുന്നില്ല. ശ്യാമ വീട്ടിൽ വന്നിട്ട് അമൃതേട്ടത്തിയോട് പറയുകയാണ്, ആ ജൂലിയെ കയ്യിൽ കിട്ടിയതാണ്, പക്ഷെ അവൾ ഓടി രക്ഷപ്പെട്ടു, അവൾ ആർക്കു വേണ്ടിയാണ് അത് ചെയ്തതെന്ന് അറിയത്തില്ല, പക്ഷെ എപ്പോഴായാലും ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഐശ്വര്യ അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നൊക്കെ. വസുന്ധരാമ വന്നിട്ട് ശ്യാമയ്ക്ക് പാല് കൊടുക്കുകയാണ്. ശ്യാമ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, ഈ പാല് കുടിക്കാനെന്നൊക്കെ പറയുന്നു. വസുന്ധരാമ ശ്യാമയ്ക്ക് പാല് കൊടുക്കുന്നത് കാണുമ്പോൾ ഐശ്വര്യയ്ക്കും ഐശ്വര്യയുടെ അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. വസുന്ധരാമ ഐശ്വര്യയോടും പറയുന്നുണ്ട് പാല് കുടിക്കാനെന്ന്. ഐശ്വര്യയുടെ അമ്മ എപ്പോൾ ചോദിക്കുകയാണ്, മോള് പാലൊക്കെ കുടിക്കുന്നത് ചുമ്മാതുള്ള പാലൊന്നുമല്ല, അതിനകത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. വസുന്ധരാമ അപ്പോൾ പറയുന്നുണ്ട്, ഐശ്വര്യയ്ക്ക് ബദാം പാൽ തരാമെന്നൊക്കെ. ഐശ്വര്യയുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ആണെങ്കിൽ കുങ്കുമപ്പൂ വിട്ടേ പാല് കുടിക്കാറുള്ളൂ, അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുണ്ട്, കാശുള്ളിടത്തൊക്കെ അത് നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.